വളരെ സജീവമായിട്ടുള്ള ഒരു പ്രചാരണ കാലം തന്നെയായിരുന്നു ഈ ഒരു മാസം എന്നുള്ളത്. അതിലേറ്റവും എടുത്തു പറയേണ്ടത് കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ച് തന്നെയാണ്. കാരണം കൊച്ചി കോർപ്പറേഷൻ വീണ്ടും തിരിച്ചു പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി UDF-ഉം അത് വീണ്ടും അത് നിലനിർത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി LDF-ഉം ഒരുപോലെ തന്നെ പോരാടുന്ന ഒരു ഘട്ടമാണ്. അതിനിടയിലാണ് UDF-ന് വിമതശല്യം തന്നെയാണ് ഈ മധ്യ കേരളത്തിൽ ഏറ്റവും പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. അതായത് ഇപ്പോൾ ഈ കോർപ്പറേഷനെ സംബന്ധിച്ച് മാത്രം ഒരു 5 വാർഡുകളിലെങ്കിലും പ്രബലരായ വിമതർ UDF-ന് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒപ്പം തന്നെ ഇവിടുത്തെ തദ്ദേശപരമായിട്ടുള്ള കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടായിരുന്നു LDF വോട്ട് പിടിച്ചെങ്കിൽ സംസ്ഥാനത്തെ ഈ സ്വർണ്ണക്കള്ള അടക്കമുള്ള പ്രതിസന്ധികൾ അതായിരുന്നു ആരോപണമായി UDF ഉയർത്തിക്കൊണ്ടുവന്നത്. P രാജീവും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും നേരിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ വിലയിരുത്തി ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള രണ്ടിനെയും ചുക്കാൻ പിടിച്ചത് 2 പ്രധാനപ്പെട്ട നേതാക്കളാണ് എന്നുള്ളതും ഈ കൊച്ചിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമാണ്. നാളെ ഏകദേശം 2234 വാർഡുകളിലായിട്ടാണ് മത്സരം. 7374 സ്ഥാനാർത്ഥികൾ മത്സരിക്കുകയും ചെയ്യുന്നു. കൂടുതൽ വനിതകളാണ്. ജില്ലാ പഞ്ചായത്ത് മധ്യ കേരളത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ അത് UDF-ന്റെ കൈപ്പിടിയിലായിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ കൊച്ചിയാണ്. അത് വീണ്ടും നിലനിർത്തുക എന്നുള്ള ഒരു വെല്ലുവിളി അവരെ സംബന്ധിച്ച് ഉണ്ട്. അതുപോലെ തന്നെ കൂടുതൽ വാർഡുകൾ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മത്സരവും കടുക്കുമെന്നുള്ള കാര്യത്തിൽ തെല്ലും സംശയമില്ല. കഴിഞ്ഞ ദിവസത്തെ കലാശക്കൊട്ടൊക്കെ അത്രയും ആവേശത്തോടു കൂടി തന്നെയാണ് ഈ ഒരു മധ്യ കേരളത്തിൽ കണ്ടത്. കോട്ടയത്തേക്ക് വന്നാൽ അത് കേരള കോൺഗ്രസ് തമ്മിലുള്ള ഒരു മത്സരമായി മാറുകയാണ്. ഏറ്റവും പ്രധാനമായ മത്സരം അവിടെ നടക്കുന്നത് പാലയിലാണ്. അവിടെ കഴിഞ്ഞ തവണ LDF സ്വതന്ത്രനായിട്ട് മത്സരിച്ച ബിനു പുളിക്കക്കണ്ടം ഇപ്രാവശ്യം സർവ്വസ്വതന്ത്രനായിട്ട് മത്സരിക്കുന്നു. അപ്പോൾ ആ വോട്ട് ആർക്ക് എന്നുള്ള ഒരു പ്രതിസന്ധി അവിടെ സംബന്ധിച്ച് സജീവമായിട്ടുള്ള ഒരു ചർച്ചയാണ്. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ആലപ്പുഴ എന്ന് പറയുന്നത് LDF-ന്റെ ഒരു കുത്തക സ്ഥലം ആയിട്ടാണ്. ഏറ്റവും കൂടുതൽ കൈപ്പിടിയിൽ ഒതുക്കുന്നത് LDF ആയിരിക്കും ഈ ആലപ്പുഴയിൽ എന്നുള്ളത് സജീവമായി നിൽക്കുന്നു. അത് ഇപ്രാവശ്യം മാറ്റിമറിക്കുക എന്നുള്ള ലക്ഷ്യവുമായി UDF അവിടെ കളം നിറഞ്ഞു തന്നെ ഉണ്ടായിരുന്നു. പല പ്രതിസന്ധികളും UDF-ന് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും ആ പ്രശ്നങ്ങൾ, വിമതശല്യങ്ങൾ, പ്രയാസങ്ങൾ മറികടക്കാൻ ആലപ്പുഴയിൽ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ കോൺഫിഡൻസിൽ തന്നെയാണ് LDF-ഉം ഉള്ളത്. അങ്ങനെ സജീവമായിട്ടുള്ള ഒരു പ്രചാരണ കാലഘട്ടത്തിന് ശേഷം നാളെ ഇപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് മധ്യ കേരളം കടക്കുകയാണ്. രാവിലെ 7 മണി മുതൽ തന്നെ വോട്ടെടുപ്പ് ആരംഭിക്കും.